അവരോട് ആത്മാർത്ഥമായിട്ട് നടക്കുന്നെങ്കിൽ നിങ്ങൾ തടയാൻ പറ്റുന്ന കൈവട്ടം ഞാനുണ്ട്. മോളെ ആരാ വന്നേ നോക്കിക്കേ, ബെല്ലടിക്കുന്നു. അയ്യോ ഇതാരാ? അമ്മേ നോക്കിക്കേ ആരാ? നീ ആയിരുന്നോ? നീ തന്നെയാണോ വന്നേ? പിള്ളേരും അവര് വരികയെ പിള്ളേർക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ തന്നെ വന്നു. ചേച്ചി ഒന്ന് പറഞ്ഞിട്ട് വരായിരുന്നു. സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചല്ലേ, അതുകൊണ്ടാണ് എല്ലാരും കാണാൻ പറ്റിയല്ലോ. കയറി വന്നാൽ മോളെ ഇവിടോട്ട് ഇരിക്കേ. മോളെ ചായ എടുക്ക. ആ എടുക്കാം. ക്ഷീണിച്ചു പോയല്ലോ അമ്മേ. എന്റെ കാര്യം നിനക്ക് അറിഞ്ഞൂടായോ? ചേച്ചി ഇത്ര സർപ്രൈസ് ഒക്കെ തന്ന ഇത് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ചേച്ചിക്ക് കിട്ടുന്നു. അത് സാരല്ലേ, കുഴപ്പമൊന്നുമില്ല. ചായ ഉണ്ടാക്കിട്ട് കഴിക്കും. അമ്മ ക്ഷീണിച്ചു പോയല്ലോ, എന്ത് പറ്റി അമ്മേ? ഓ നിനക്കറിയത്തില്ലയോ എന്റെ കാര്യമൊക്കെ? അറിയാം, എന്നാലും ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു പോയി കേട്ടോ. പിന്നെ അമ്മയുടെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു അമ്മയ്ക്കൊരു വള വേണമെന്ന് പണ്ട് തൊട്ടേ. ആ വള ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ടൊരു സമ്മാനമായിട്ട്. ഓക്കെ, ഞാൻ തന്നെ അമ്മയുടെ കയ്യിലിട്ട് തരാം കേട്ടോ. ചേച്ചി ചായ. റൂബിയെ എന്റെ മോള് തന്നത് കണ്ടോ? നല്ല വളയാണല്ലോ. അമ്മ കോളടിച്ചല്ലോ. നിങ്ങളിൽ നിന്നൊന്നും ആഗ്രഹിക്കാൻ പറ്റത്തില്ലല്ലോ. നിന്നെ കൊണ്ട് നിന്റെ ഭർത്താവ് മാത്തുക്കുട്ടിയെ കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഇല്ലല്ലോ. അത് എന്റെ ഒരു വിധി, അല്ലാതെ ഇപ്പൊ ഞാൻ എന്നാ പറയാനാ? അമ്മ ഇത് പറയണം. ഞാനല്ലേ അമ്മ ഇത്രയും വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, എന്റെ മകനെ പഠിപ്പിക്കുന്നു, എന്നിട്ട് അമ്മയുടെ എല്ലാ മെഡിസിൻസും എല്ലാം ഞാൻ മേടിച്ചു തരുന്നില്ലേ? എന്നിട്ട് അമ്മ ഇത് പറയണം? ചേച്ചി വെല്ലപ്പോഴല്ലേ വരുന്നത്. ഓ ജയിൽ പുള്ളി വന്നേക്കുന്നു. ദൈവമേ, ഞാൻ ഈ പള്ളിയിൽ വന്നൊന്ന് മുട്ടുകുത്താൻ ഒരു അവസരം തന്നതിന് ദൈവത്തിന് സ്തോത്രം. യേശുവെ, യേശുവെ, എൻ്റെ ഭാര്യയും മകനും ഒത്തിരി കഷ്ടപ്പെട്ട് കാണുമല്ലോ യേശുവെ. യേശുവെ, എനിക്കൊരു നല്ലൊരു ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവെ. ദൈവത്തിന് സ്തോത്രം. ആമീൻ. കണ്ടിട്ട് നല്ല ഇടി കിട്ടിയ എന്തുവാ പറയുന്നത്? പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ജയിലിലോട്ട് വരാനായിട്ട് ഇരിക്കുവല്ലായിരുന്നു. മാത്തുട്ടി ചാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വരാന്. ബാ അകത്ത് കേറ. ഇരിക്ക്. അമ്മേ, ചേച്ചി നോക്ക്, ആരാ വന്നിരിക്കുന്നു? നീ വന്നോ? കണ്ടോ അമ്മേ? കണ്ടോ ചേച്ചി? ചേട്ടാ വന്നു. ഇനി നാട്ടുകാര് പറയും കൊലയാളിയുടെ അമ്മേന്ന്. നാണക്കേടായി. ഇങ്ങനെയാണോ പറയുന്നത്? അമ്മ ഇങ്ങനെയാണോ പറയുന്നത്? എന്നാലും ചേട്ടൻ ചെയ്തത് തെറ്റല്ലേ? ആർക്ക് വേണ്ടിയാ ചേട്ടൻ ചെയ്തത്? ചേച്ചി മറന്നുപോയോ? ചേട്ടനോട് ഞാൻ കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ. കൊല്ലാൻ പറഞ്ഞില്ല, പക്ഷെ ചേച്ചിയെ സഹായിച്ചിട്ടല്ലേ ചേട്ടൻ ഇത് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഭർത്താവിന്റെ പിള്ളാരുടെ മുന്നിൽ എല്ലാം ഞാൻ നാളെ കിടണം. ഇവിടെ നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി ഇങ്ങനെയായിരുന്നു ഞാൻ വരുത്തേയില്ലായിരുന്നു. നിർത്ത, എനിക്ക് മതിയായി നിങ്ങളെ ഇതെല്ലാം കേട്ട്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, പോയി കിടക്ക്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഞാനൊന്ന് കാലി തിരുമ്പി കയറട്ടെ. വേദന ഉണ്ടോ? കുറച്ച് വേദനയുണ്ട്. നീ ഉറങ്ങാനായിട്ട് വന്നതാ? എഴുന്നേറ്റേ, പിന്നെ ഒന്ന് എഴുന്നേക്ക. എന്താ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നേരം കിടന്നേ ഉള്ളൂ.
ഇച്ചിരി ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. പയ്യെ ചോദിച്ചാ പോരെ. നീ എന്താ നിന്റെ പരിപാടി എടുത്തത്? പരിപാടി എന്നാ ചെയ്യാനാ, ജയിലിലൊക്കെ കമ്പ്യൂട്ടറും ഇതൊക്കെ പഠിപ്പിച്ചു, റൊട്ടി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, കേറ്ററിംഗ് ഒക്കെ പഠിപ്പിച്ചു. കമ്പ്യൂട്ടറിലാണോ ജോലി കിട്ടാൻ സാധ്യത കമ്പ്യൂട്ടറില്ല. അപ്പൊ അതാണ് ഓപ്പറേറ്ററോ വല്ല കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തൊന്ന് പോയി ചോദിക്കണം, വല്ല ജോലി വല്ലതും കിട്ടുമോ. അത് നല്ല കാര്യം. ഏത് അച്ഛന്റെ കാര്യമാണ് പറയുന്നത്? ബാംഗ്ലൂർ ഈസ്റ്റ് അച്ഛൻ്റെ കാര്യം പറയണ്ട. അച്ഛൻ ഇനി എനിക്ക് വല്ലതും ജോലി തരുമോ, അക്സെപ്റ്റ് ചെയ്യുമോ, കമ്മിറ്റിക്കാർ വല്ലതും എനിക്ക് ജോലി തരുമോ, എന്നെ ലേബിൾ ചെയ്യുമോ, എനിക്കൊന്നും അറിയത്തില്ല. നോക്കാം, ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിന്നെ ഞങ്ങള് ജയിൽ പുള്ളിന്നോ അതുപോലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് വേദനിപ്പിക്കത്തില്ല. സോറി മാത്യുകുട്ടി, ഞാൻ എന്നോട് ക്ഷമിക്കുക. അറിയാതെ ഞാൻ നേരത്തെ വിഷമം കൊണ്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ക്ഷമിച്ചിരിക്കും. Let us remember that every person carries a story that we may not fully understand. Labels limit and confine, but respect and empathy open doors to true connection. When we stop labeling others, we start loving them better. So let this small effort start from our homes into our church and society. Let us think twice before we label others.